ഹായ് ഗായ്സ്, നമ്മൾ ഓയിൽ പേസ്റ്റ്ലെസ് വെച്ചിട്ട് ഒരു ചിത്രം വരയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് 50 ഷെയ്ഡ്സാണ് ഉള്ളത്. നല്ല ഷെയ്ഡ്സാണ്, എല്ലാ ഡിഫറെൻറ്റ് കളേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് നിങ്ങളെ എല്ലാ കളേഴ്സും. അത്യാവശ്യം എല്ലാ കളേഴ്സും ഉണ്ട്, ഡാർക്കും ലൈറ്റും ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ബഡ്സ് എടുത്തിട്ടുള്ളത്. ബഡ്സ് കൊണ്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. വേറെ എന്തെങ്കിലും ബ്ലെൻഡിങ് ടൂൾ എന്തെങ്കിലും വാങ്ങിക്കണം നല്ലതായിരിക്കും. ഇതാണ് ഞാൻ എടുക്കുന്നത്, സ്കെച്ചിങ് ബുക്ക്. അപ്പോൾ ഇത് A3 സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. A3 സൈസ് എനിക്ക് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് അത്രയും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് 2ആക്കി മടക്കി ഒരു പോർഷൻ മാത്രമായിട്ട് എടുത്തു. അതിനുശേഷം നമ്മളിന്ന് ഡാർക്ക് ബ്ലൂ ആണ് ആദ്യം എടുത്തത്. ഡാർക്ക് ബ്ലൂ എടുത്തിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ ലൈറ്റ് കളർ എടുക്കുന്നു. പിന്നെ അതിനേൽ ലൈറ്റ് കളറായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും ആ ഷെയ്ഡ്സ്. അപ്പം നമ്മൾ അത് കളർ ചെയ്യും. നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ വൈറ്റ് കാണാത്ത വിധത്തിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ വൈറ്റ് കാണാത്ത വിധത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രയോൺസ് വെച്ചിട്ട് ചെയ്യേണ്ട അങ്ങനെ ഒരു ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്ലെൻഡിങ് ടൂളോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബഡ്സോ, അല്ലെങ്കിൽ ലാസ്റ്റ് വന്നപ്പോൾ ബഡ്സ് വെച്ചിട്ട് പറ്റാണ്ടായിട്ട് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാകുന്നു. അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളല്ല, എങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പിക്ചറിന് ഭംഗിയിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഞാൻ നല്ലോണം അമർത്തി പിടിക്കുന്നതായിട്ട് എനിക്ക് കാണാം. ആദ്യം മറ്റേ ബഡ്സ് വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്യേണ്ടി വന്നു. അപ്പോഴാണ് കണ്ടത് നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ബഡ്സ് വെച്ചിട്ട് ചെയ്യാൻ നല്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ചെയ്യാൻ നല്ല പാടാണ് അങ്ങനെ ചെയ്യുമ്പോൾ. എനിക്ക് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലെൻഡിങ് ടൂൾ എന്തെങ്കിലും യൂസ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ബ്ലെൻഡിങ് ടൂളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ പിക്ചറിനകത്ത് 3 ബ്ലൂ കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു വൈറ്റ്, പിന്നെ ഒരു ഗ്രീൻ, പിന്നെ ഒരു ക്രയോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്വിൽറ്റഡ് പെൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇതിനകത്തൊരു സംതൃപ്തിയില്ല. ഞാൻ വിചാരിച്ച പോലെ ഭംഗിയായില്ല. അത് ബ്ലെൻഡിങ് കറക്റ്റ് ആവാത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടും കുറച്ച് നാളായി. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇനി നല്ലോണം ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോസ് എല്ലാം ഇതിനിൽ നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. പാളിപ്പോവാൻ നല്ല സാധ്യതകളുണ്ട്, എങ്കിലും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.